ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നല്ല ഈസി ആയിട്ടുള്ള സോഫ്റ്റ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് പച്ചരി എടുക്കുന്നത്. 2.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി കൊണ്ടുവരാം. നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ, ഗ്ലാസ് അളവ് പറയുകയാണെങ്കിൽ 1.5 ഗ്ലാസ് തേങ്ങയും 1 ഗ്ലാസ് ചോറ്, അതുപോലെ 2.5 സ്പൂൺ പഞ്ചസാരയും 1/2 സ്പൂണോളം ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ് നമ്മൾ നോർമലി വീട്ടിൽ എടുക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് എല്ലാ അളവും എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പം അരിയും തേങ്ങയൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചരി സോക്കായി വരുമ്പം തീരെ വെള്ളമില്ലാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ട് പച്ചരിയുടെ കുറച്ച് മുകളിൽ കിടക്കുന്ന പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് രാവിലെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ രാത്രിയാണ് കുതിർത്ത് വെച്ചത്. ഇനി രാവിലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഓണാക്കിയില്ല, അതുകൊണ്ടാണ്. രണ്ടാമത്തെ സെറ്റും ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു ബാറ്റർ ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ കറിയൊക്കെ ആവുന്ന ആ ഒരു നേരം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയായി കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുറവായതുകൊണ്ട് ഒന്നും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഒരുപാട് നേരം കുത്തിയിട്ട് ഇളക്കാതിരിക്കുക. നമ്മളെ മാവ് പൊങ്ങി വന്നതൊക്കെ താണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പം ഹാർഡായി പോവും. അതുകൊണ്ട് ഒരുപാട് കുത്തി ഇളക്കാതെ സൈഡിൽ നിന്ന് മാത്രം മാവ് എടുത്തിട്ട്, ഒരു സൈഡിൽ നിന്ന് മാത്രം മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2-3 തവണ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളയപ്പം റെഡിയായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അപ്പം കൂടെ ഇതുപോലെ നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരു ടെൻഷനില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം. അപ്പോൾ നമുക്ക് കറിയൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മളുടെ മാവ് റെഡിയായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാനും പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ റെഡിയാക്കി എടുത്തില്ലേ. എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.